Hey guys, it's me Ashwati and welcome back to our channel Mentor Tales. സോ ഫോർത്ത് സെമസ്റ്റർ ലിറ്റററി ക്രിറ്റിസിസമാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫോർമലിസം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. സോ ഫോർമലിസത്തിൽ 2 സ്കൂൾസാണ് വരുന്നത്. അതിൽ ഒന്നാമത്തത് റഷ്യൻ ഫോർമലിസം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുത്ത സ്കൂളായിട്ടുള്ള ന്യൂ ക്രിറ്റിസിസമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ലിറ്റററി ക്രിറ്റിസിസത്തിലെ ഒരു യുണീക്ക് സ്കൂൾ ഓഫ് ഫോർമലിസം ആണ്. അത് 1940s തൊട്ടിട്ട് ഒരു 1960s വരെയൊക്കെയാണ് ഈ ഒരു മെത്തേഡ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിന് ഈ ഒരു പേര് ലഭിച്ചത് ജോൺ ക്രോ റാൻസമിൻ്റെ ദ ന്യൂ ക്രിറ്റിസിസം എന്നുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കിൽ നിന്നാണ് ഇതിന് ന്യൂ ക്രിറ്റിസിസം എന്നുള്ള ഒരു പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന മേജറായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഐ.എ. റിച്ചാർഡ്സ്, അതുമാതിരി വില്യം എംസൺ, ഓക്കെ, ജെ.സി. റാൻസം, ക്ലിയന്ത് ബ്രൂക്സ്, അലൻ ടേറ്റ്, ഇവരൊക്കെയാണ് ഇതിൽ വരുന്ന മേജറായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ന്യൂ ക്രിറ്റിക്സ് അല്ലെങ്കിൽ ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അവർ ഒരു ടെക്സ്റ്റിനെ ഡയറക്റ്റായിട്ടാണ് അപ്രോച്ച് ചെയ്യണത്. ഓക്കെ, സോ അവർ ഒരു വർക്ക് ഓഫ് ലിറ്ററേച്ചറിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. അതായത് അതിനെ ഓതർ അല്ലെങ്കിൽ അതിൻ്റെ കൾച്ചറൽ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ യോണർ, അതിൻ്റെ കാനോൺ, അതൊന്നും ആയിട്ട് ഒരു റെഫറൻസും ഇല്ലാതെ ഒരു വർക്കിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റായിട്ടാണ് ന്യൂ ക്രിറ്റിസിസം എന്നുള്ളൊരു മൂവ്മെൻറ്റ് റിഗാർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലിയന്ത് ബ്രൂക്ക് ഫേമസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ലിറ്റററി ക്രിറ്റിസിസം ഈസ് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റ് എന്നുള്ളത്. ഓക്കെ, ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും ഇവാലുവേഷനും ആണെന്നാണ് ക്ലിയന്ത് ബ്രൂക്ക് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു വർക്ക്, ഒരു ടെക്സ്റ്റിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഓക്കെ, സോ അവർ ഒരു ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ എക്സ്പ്ലിക്കേഷൻ എന്ന് പറയും. അങ്ങനെയാണ് അവരൊരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദേ ഫോളോഡ് ദ ഡിസ്റ്റിങ്ക്റ്റ് മെത്തേഡ് ഓഫ് ക്ലോസ് റീഡിങ് ഓർ എക്സ്പ്ലിക്കേഷൻ ടു അനലൈസ് ദ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ അതിന് ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ക്രിറ്റിക്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അംബ്രല്ല ടേമാണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ന്യൂ ക്രിറ്റിക്സും ഓരോരോ ഐഡിയാസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വില്യം എംസൺ ആംബിഗ്വിറ്റി എന്നുള്ളൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലിയന്ത് ബ്രൂക്സ് പാരഡോക്സ് എന്നുള്ളൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, റോബർട്ട് പെൻവാരൻ ഐറണി എന്നുള്ളൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. അതുമാതിരി വിംസാറ്റ് ഇൻറ്റൻഷണൽ ആൻഡ് എഫക്റ്റീവ് ഫാലസി എന്നുള്ളൊരു ടേമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ന്യൂ ക്രിറ്റിക്സും അവരുടേതായിട്ടുള്ള ഓരോ ഐഡിയാസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയും. സോ ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അത് എസെൻഷ്യലി അതൊരു അമേരിക്കൻ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൽ വരുന്ന കുറച്ച് ഐഡിയാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൽ കുറേ ഐഡിയാസ് വരുന്നുണ്ട്, ലൈക്ക് ക്ലോസ് റീഡിങ് ഓർ എക്സ്പ്ലിക്കേഷൻ, ആംബിഗ്വിറ്റി, പാരഡോക്സ്, ഐറണി, ടെൻഷൻ, ഇൻറ്റൻഷണൽ ഫാലസി, എഫക്റ്റീവ് ഫാലസി. ഇത്രയും കോൺസെപ്റ്റുകൾ നമുക്ക് ഇതിൻ്റെ കീഴിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു 3 നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം, ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസ് റീഡിങ് ഓർ എക്സ്പ്ലിക്കേഷൻ ആണ്. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെക്സ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്? അതിൻ്റെ എല്ലാ മീനിങ്സും ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാതിരി തന്നെ അതിനൊരു ലിറ്റററി വർക്ക് എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യും, ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോസ് റീഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെ എക്സ്പ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഒരു ടെക്സ്റ്റിൻ്റെ ലിംഗ്വിസ്റ്റിക് എലമെൻസിൻ്റെ ക്ലോസ് അനാലിസിസ്, അതായത് അതിൻ്റെ വേർഡ്സ്, അതിൻ്റെ സിൻറ്റാക്സ്, അതിൻ്റെയൊക്കെ എല്ലാ ലിംഗ്വിസ്റ്റിക് എലമെൻസിൻ്റെയും ക്ലോസ് അനാലിസിസിനെയാണ് നമ്മൾ ക്ലോസ് റീഡിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത് ഐ.എ. റിച്ചാർഡ്സ് ആണ്. ഐ.എ. റിച്ചാർഡ്സ് ആണ് ക്ലോസ് റീഡിംഗ് ഓർ എക്സ്പ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ ന്യൂ ക്രിറ്റിക്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റിനെ നേരെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ക്ലോസ് റീഡിങ് നടത്തണം എന്ന് പറയുകയാണ്. അങ്ങനെ ആണെങ്കിൽ ഒരു ടെക്സ്റ്റാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ അതിൻ്റെ ഓതറിൻ്റെ ഇൻറ്റൻഷനോ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്നും അല്ല ഇമ്പോർട്ടൻ്റ്, ടെക്സ്റ്റാണ് ഇമ്പോർട്ടൻ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് റീഡിംഗ് എന്നുള്ളൊരു മെത്തേഡ് കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്നിട്ടുള്ളത് ഐ.എ. റിച്ചാർഡ്സ് ആണ്. Okay, so we can say explication is a literary technique that is used for the close analysis of a text. അപ്പോൾ ഈ ഒരു എക്സ്പ്ലിക്കേഷൻ എന്നുള്ള ടേം വന്നിട്ടുള്ളത് ഒരു ഫ്രഞ്ച് ഫ്രേസ് എന്നാണ്. ഈ ഫ്രഞ്ച് ഫ്രേസ് എക്സ്പ്ലിക്കേഷൻ ഡി ടെക്സ്റ്റ് എന്നാണ്. അതിൻ്റെ മീനിങ് എന്താ? എക്സ്പ്ലനേഷൻ ഓഫ് എ ടെക്സ്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ എല്ലാ ആസ്പെക്റ്റിൻ്റെയും ഫോർമൽ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ്, അതായത് അതിൻ്റെ പോയറ്റിക് ഡിവൈസ്, അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ കോണ്ടൻറ്റ്, അതിനെയാണ് നമ്മൾ എക്സ്പ്ലിക്കേഷൻ എന്ന് പറയുക.
ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് ഫ്രാൻസത്തെ സ്കൂൾസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ലിറ്റററി വർക്കിൻ്റെ എല്ലാ മീനിങ്സും റിവീൽ ചെയ്യുക, അതുപോലെ തന്നെ അതിലത്തെ എല്ലാ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതിൻ്റെ ടോണ്, അതിൻ്റെ സെറ്റിങ്, കൊണോട്ടേഷൻസ്, ആംബിഗ്വിറ്റീസ്, അതിനൊക്കെ അസസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ എക്സ്പ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ആംബിഗ്വിറ്റിയാണ്. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവ്യക്തത എന്നുള്ളൊരു മീനിങ് ആണ്. സോ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് വില്യം എംസൺ ആണ് ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ വില്യം എംസൺ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരിക്കലും ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് മീനിങ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഏത് വേർഡാണെങ്കിലും അത് ഡിനോട്ട് ചെയ്യുകയും ചെയ്യും, കൊനോട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഡിനോട്ട് ചെയ്യുക പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ്ലി റെഫർ ചെയ്യുക. കൊനോട്ട് ചെയ്യുക പറഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി റെഫർ ചെയ്യുക. അപ്പോൾ എല്ലാ വാക്കുകളും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡയറക്റ്റ്ലിയും റെഫർ ചെയ്യും, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടും റെഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വാക്കിന് ഒരു ഫിക്സഡ് മീനിങ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് വില്യം എംസൺ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആംബിഗ്വിറ്റി എന്നുള്ള ടേമിൻ്റെ ഒരു മീനിങ്. സോ 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റീസ് ആണ് എംസൺ പറഞ്ഞിട്ടുള്ളത്. ആ 7 ടൈപ്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡീറ്റെയിൽ തന്നെ സെവറൽ വേസിൽ എഫക്റ്റീവ് ആവുക. വെൻ എ ഡീറ്റെയിൽ ഈസ് എഫക്റ്റീവ് ഇൻ സെവറൽ വേസ് സൈമിൾട്ടേനിയസ്ലി. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ, 2 അതിലധികമോ ആൾട്ടർനേറ്റീവ് മീനിങ്സ് ഒന്നായിട്ട് മാറുക. ഓക്കെ, വെൻ 2 or more ആൾട്ടർനേറ്റീവ് മീനിങ്സ് ആർ റിസോൾവ്ഡ് ഇൻ ടു 1. ഇപ്പോൾ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ, 2 അപ്പാരൻ്റ്ലി അൺകണക്റ്റഡ് മീനിങ്സ് ഒരുമിച്ച് വരിക. ഓക്കെ, വെൻ 2 അപ്പാരൻ്റ്ലി അൺകണക്റ്റഡ് മീനിങ്സ് ആർ ഗീവൺ സൈമിൾട്ടേനിയസ്ലി. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ, വെൻ ആൾട്ടർനേറ്റീവ് മീനിങ്സ് കമ്പൈൻ ടു മേക്ക് ക്ലിയർ എ കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇൻ ദ ഓതർ. ഓക്കെ, ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷനാണ്. അതായത് ഒരു റൈറ്റർ എഴുതുന്ന ടൈമിൽ തൻ്റെ ഐഡിയ ഡിസ്കവർ ചെയ്യുക. അതായത് എ കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ വെൻ എ റൈറ്റർ ഡിസ്കവേഴ്സ് ഹിസ് ഐഡിയ വൈൽ ആക്ച്വലി റൈറ്റിംഗ്. ഓക്കെ, സിക്സ്ത് വൺ എന്ന് പറഞ്ഞാൽ, വെർ സംതിങ് അപ്പിയേഴ്സ് ടു കണ്ടെയ്ൻ എ കോൺട്രഡിക്ഷൻ ആൻഡ് ദ റീഡർ ഹാസ് ടു ഫൈൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. റീഡർ ഇൻ്റർപ്രിട്ടേഷൻസ് ഫൈൻഡ് ചെയ്യേണ്ടി വരിക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എ കംപ്ലീറ്റ് കോൺട്രഡിക്ഷൻ വിച്ച് ഷോസ് ദാറ്റ് ദ ഓതർ വാസ് അൺക്ലിയർ ആസ് ടു വാട്ട് ഹി വാസ് സെയിങ്. ഓതർ തന്നെ അൺക്ലിയർ ആയിരുന്നു എന്താണ് പറയുന്നത് എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് കോൺട്രഡിക്ഷൻ ആണ് 7th വൺ. അങ്ങനെ 7 ടൈപ്സ് ഓഫ് ആംബിഗ്വിറ്റീസ് ആണ് വില്യം എംസൺ പറഞ്ഞിട്ടുള്ളത്. സോ ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു വേർഡിന് നമുക്ക് സ്പെസിഫിക്കും ഡെഫിനിറ്റും ആയിട്ടുള്ളൊരു മീനിങ് കൊടുക്കാൻ പറ്റില്ല. കാരണം ആ വാക്ക് ഡിനോട്ട് ചെയ്യുകയും ചെയ്യും, കൊനോട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് ആംബിഗ്വിറ്റി. പിന്നുള്ളത് പാരഡോക്സ് ആണ്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വന്നിട്ടുള്ളത് ഗ്രീക്ക് വേർഡായിട്ടുള്ള പാരഡോക്സോൺ എന്നാണ്. വിച്ച് മീൻസ് കോൺട്രറി ടു എക്സ്പെക്റ്റേഷൻ, നമ്മുടെ എക്സ്പെക്റ്റേഷന് വിപരീതമായിട്ട്. ഓക്കെ, സോ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരഡോക്സ് എന്നുള്ള ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത് ക്ലിയന്ത് ബ്രൂക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഐഡിയാസിനെ ജുക്സ്റ്റാപ്പോസ് ചെയ്യാണ്. ഓക്കെ, കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ഐഡിയാസിനെ ഒരുമിച്ച് കൊണ്ടുവരിക, അതാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ക്ലിയൻ ബ്രൂക്സ് എന്ന് പറയുന്ന ആളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പാരഡോക്സിനെ ക്ലോസ് അനാലിസിസ് ഓഫ് പോയട്രി, അതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡായിട്ട് പാരഡോക്സിനെ കാണുകയാണ്. ഓക്കെ, പിന്നെ ഈ ലാംഗ്വേജ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് ആണെന്നാണ് ക്ലിയന്ത് ബ്രൂക്സ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ലാംഗ്വേജ് ഓഫ് പോയട്രി ഈസ് ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്നുള്ളത്. ഓക്കെ, സോ പാരഡോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയട്രി എടുത്തു കഴിഞ്ഞാൽ അതിന് ഇന്നവിറ്റബിളും അപ്രോപ്രിയേറ്റും ആയിട്ടുള്ളൊരു ലാംഗ്വേജാണ് പാരഡോക്സ് എന്നാണ് ക്ലിയന്ത് ബ്രൂക്സ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പാരഡോക്സ്. അപ്പോൾ ഇത് മൂന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത്: ക്ലോസ് റീഡിങ് ഓർ എക്സ്പ്ലിക്കേഷൻ, ആംബിഗ്വിറ്റി, പാരഡോക്സ്. ഇനി ഐറണി, ടെൻഷൻ, ഇൻറ്റൻഷണൽ ഫാലസി ആൻഡ് എഫക്റ്റീവ് ഫാലസി, ഈ 4 നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ താങ്ക് യു സോ മച്ച്.